പോകുന്നത് പ്രൊജക്റ്റ് മെട്രിക്സ് ഇൻ സോഫ്റ്റ്വെയർ ടെക്നിക്സിൻ്റെ ഡെഫിനേഷൻ അതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫേസ് ഇതൊരു സോഫ്റ്റ്വെയർ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫേസ് ആണ്. ടു അണ്ടർസ്റ്റാൻഡ് വെദർ എ പ്രൊജക്റ്റ് ഈസ് പ്രോഗ്രസ് അത് നന്നായി പ്രോഗ്രസ് ചെയ്യണം. അതിൻ്റെ ടീംസിൻ്റെയും യൂസർ മെഷർമെൻറ്റിനെയും ഒക്കെ കണക്കാക്കുന്നതിനൊക്കെയാണ് പ്രൊജക്റ്റ് മെട്രിക്സ് എന്ന് പറയുക. ദീസ് മെട്രിക്സ് ഹെൽപ്പ് ടെസ്റ്റേഴ്സ് ആൻഡ് പ്രൊജക്റ്റ് മാനേജേഴ്സ് ഇവാലുവേറ്റ് ക്വാളിറ്റി, പ്രൊഡക്ടിവിറ്റി ആൻഡ് എഫിഷ്യൻസി ഡ്യൂറിങ് ടെസ്റ്റിംഗ്. ഈ പ്രൊജക്റ്റ് മെട്രിക്സ് കൊണ്ട് പ്രൊജക്റ്റ് മാനേജേഴ്സിന് ആ സോഫ്റ്റ്വെയറിൻ്റെ ക്വാളിറ്റിയും പ്രൊഡക്ടിവിറ്റി ആൻഡ് എഫിഷ്യൻസി ടെസ്റ്റിങ്ങിൻ്റെ കേസിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, എന്നിട്ട് പ്രൊജക്റ്റ് മെട്രിക്സിൻ്റെ ഡെഫിനിഷൻ നോക്കാം. നമുക്ക് പ്രൊജക്റ്റ് മെട്രിക്സ് ആർ മെഷറബിൾ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ടു മോണിറ്റർ ആൻഡ് ഇവാലുവേറ്റ് ദ പെർഫോമൻസ്, പ്രോഗ്രസ് ആൻഡ് ക്വാളിറ്റി ഓഫ് എ സോഫ്റ്റ്വെയർ പ്രോജക്റ്റ്. സോഫ്റ്റ്വെയർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിക്കേറ്റേഴ്സാണ്. പ്രോഗ്രസ്സും അതിൻ്റെ പെർഫോമൻസിൻ്റെ പിന്നെ ഒരു സോഫ്റ്റ്വെയർ പ്രോജക്റ്റിൻ്റെ ക്വാളിറ്റി ഒക്കെ മെഷർ ചെയ്യാനുള്ള ഇൻഡിക്കേറ്റേഴ്സാണ് പ്രൊജക്റ്റ് മെട്രിക്സ് എന്ന്. ഇൻ സോഫ്റ്റ്വെയർ ദീസ് മെട്രിക്സ് ഹെൽപ്സ് ഡിറ്റർമൈൻ ഹൗ എഫക്റ്റീവ് ദ ടെസ്റ്റിംഗ് പ്രോഗ്രസ് ആൻഡ് വെദർ ദ പ്രോജക്റ്റ് ഈസ് മീറ്റിംഗ് ദ ക്വാളിറ്റി. ഈ മെട്രിക്സ് നമ്മളെ ഡിറ്റർമിൻ ചെയ്യാൻ സഹായിക്കും. എത്ര എഫക്റ്റീവാണ് ടെസ്റ്റിംഗ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നത്, ആ ക്വാളിറ്റി ഗോൾസായിട്ട് മീറ്റ് ചെയ്യേണ്ടതെന്ന്, ആ പ്രോജക്റ്റ് ക്വാളിറ്റി ഗോൾസായിട്ട് മീറ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നിർണ്ണയിക്കാൻ സാധിക്കും. പിന്നെ ഈ പ്രൊജക്റ്റ് മെട്രിക്സിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ക്വാളിറ്റി മെഷർ ചെയ്യുക, സോഫ്റ്റ്വെയറിൻ്റെ ഒരു ക്വാളിറ്റി മെഷർ ചെയ്യുക, ആ ടെസ്റ്റിംഗ് ആക്ടിവിറ്റിയിലെ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യുക, പിന്നെ അതിൻ്റെ ഡിഫക്ട്സും റിസ്ക്കും ആദ്യമേ തന്നെ ആ പ്രൊജക്റ്റിൻ്റെ ഡിഫക്ട്സും റിസ്ക്കും ഒക്കെ തിരിച്ചറിയുക, അതിൻ്റെ പ്രൊഡക്ടിവിറ്റി എഫിഷ്യൻസിയും ഓഫ് ദ ടെസ്റ്റിംഗ് ടീം, അവരുടെ ടെസ്റ്റിംഗ് ടീമിൻ്റെ പ്രൊഡക്ടിവിറ്റി എഫിഷ്യൻസിയും ഇമ്പ്രൂവ് ചെയ്യുക, പിന്നെ ബെറ്റർ ഡിസിഷൻ മേക്കിംഗ്, പ്രൊജക്റ്റ് മാനേജറിന് ബെറ്റർ ഡിസിഷൻ മേക്കിങ്ങിന് സപ്പോർട്ട് ചെയ്യാൻ ഇതൊക്കെയാണ് പ്രൊജക്റ്റ് മെട്രിക്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൊജക്റ്റ് മെട്രിക്സ് സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൊജക്റ്റ് മെട്രിക്സ് എന്ന് പറയുന്നത് പ്രോസസ് മെട്രിക്സ്, പ്രൊഡക്റ്റ് മെട്രിക്സ് ആൻഡ് പ്രൊജക്റ്റ് മെട്രിക്സ്. പ്രോസസ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ടെസ്റ്റിംഗ് പ്രോസസ്സിലുണ്ടാകുന്ന അതിൻ്റെ എഫക്റ്റീവ്നെസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രോസസ് മെട്രിക്സ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ പ്രൊഡക്റ്റ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയും ക്യാരക്ടറിസ്റ്റിക്സും അത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ പ്രൊജക്റ്റ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രോഗ്രസ്, പിന്നെ കോസ്റ്റ്, അതിൻ്റെ ഷെഡ്യൂൾഡ്, അതിൻ്റെ റിസോഴ്സസ് ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊജക്റ്റ് മെട്രിക്സ് യൂസ് ചെയ്യുന്നത്. പിന്നെ കോമൺ ടെസ്റ്റിംഗ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഡിഫക്റ്റ് മെട്രിക്സ്, ടെസ്റ്റ് കവറേജ്, ടെസ്റ്റ് കേസ്, എക്സിക്യൂഷൻ റേറ്റ്, ഡിഫക്റ്റ് ഡിറ്റക്ഷൻ പെർസെൻറ്റേജ്, ടെസ്റ്റ് പാസ് ഫെയിലിയർ റേറ്റ് ഒക്കെയാണ്. ഡിഫക്റ്റ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എത്ര ഒരു മോഡ്യൂളിൽ അല്ലെങ്കിൽ ആ സോഫ്റ്റ്വെയർ സർവീസിൽ എത്ര ഡിഫക്ട്സ് ഫൗണ്ട് ചെയ്തു എന്നുള്ളതാണ് ഡിഫക്റ്റ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. പിന്നെ ടെസ്റ്റ് കവറേജ്, ദ പെർസെൻറ്റേജ് ഓഫ് ടെസ്റ്റ് ബൈ ടെസ്റ്റ് കേസസ്, ടെസ്റ്റ് കേസസിൻ്റെ പെർസെൻറ്റേജ് ആണ് ടെസ്റ്റ് കവറേജ് എന്ന് പറഞ്ഞാൽ. ടെസ്റ്റ് കേസ് എക്സിക്യൂഷൻ റേറ്റ്, എത്ര പ്രാവശ്യം അല്ലെങ്കിൽ എത്ര സ്പെസിഫിക് ടൈമിൻ്റെ ഉള്ളിൽ എത്ര നമ്പർ ഓഫ് ടെസ്റ്റ് എക്സിക്യൂട്ട് ചെയ്തതിനാണ് ടെസ്റ്റ് എക്സിക്യൂഷൻ റേറ്റ് എന്ന് പറയുന്നത്. ഡിഫക്റ്റ് എക്സിക്യൂഷൻ പെർസെൻറ്റേജ്, റേഷ്യോ ഓഫ് ഡിഫക്ട്സ് ഡ്യൂറിങ് ടെസ്റ്റിംഗ് കമ്പയർഡ് ടു ടോട്ടൽ ഡിഫക്റ്റിൽ നിന്ന് ടോട്ടൽ ഒരു റേഷ്യോനാണ് പറയുന്നത്, റേഷ്യോ ഓഫ് ഡിഫക്ട്സിനെയാണ് പറയുന്നത്. പിന്നെ ടെസ്റ്റ് പാസ് ഓർ ഫെയിൽ റേറ്റ്, നമ്പർ പാസ്ഡും ഫെയിൽ ടെസ്റ്റിൻ്റെ ടെസ്റ്റ് പാസ് ഫെയിൽ റേറ്റിനാണ് എത്ര നമ്പർ ഓഫ് പാസ് ആൻഡ് ഫെയിൽ ടെസ്റ്റ് കേസസ് ഉണ്ടെന്ന് പറയുന്നതാണ്. പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊജക്റ്റ് മെട്രിക്സ് എന്ന് പറയുന്നത് നമുക്ക് ക്വാളിറ്റി ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും ഒരു സോഫ്റ്റ്വെയർ പ്രോജക്റ്റിൻ്റെ. പിന്നെ അതിൻ്റെ കുറിച്ചിട്ടുള്ള ഒരു ക്ലിയർ ഇൻഫോർമേഷൻ കിട്ടും, ആ ടെസ്റ്റ് പ്രോഗ്രസിൻ്റെ കുറിച്ചിട്ടുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള ഇൻഫോർമേഷൻ കിട്ടും. പിന്നെ നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ പ്രൊജക്റ്റിൻ്റെ ഏർലി സ്റ്റേജിൽ തന്നെ നമുക്ക് ആ പ്രൊജക്റ്റിൻ്റെ അല്ലെങ്കിൽ ആ പ്രൊജക്റ്റിൻ്റെ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിൻ്റെ പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ റിസോഴ്സ് മാനേജ്മെൻറ്റ് പ്ലാനിങ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഡെഡ് ലൈൻസ് ഷെഡ്യൂളിലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ ടെസ്റ്റിംഗ് പ്രോസസ്സിൽ നമുക്ക് കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഈ പ്രൊജക്റ്റ് മെട്രിക്സ് യൂസ് ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊജക്റ്റിൻ്റെ സ്റ്റാറ്റസ് ബെറ്റർ വിസിബിളായിട്ട് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും എവിടെയൊക്കെയാണ് എത്തിയേക്കുന്നത്, എന്തൊക്കെയാണ് ടെസ്റ്റ് എന്നൊക്കെ. പിന്നെ അതിൻ്റെ ക്വാളിറ്റി കൺട്രോൾ ഇമ്പ്രൂവ് ആയിരിക്കും. പിന്നെ ഡാറ്റ ഡ്രിവൻ ഡിസിഷൻ മേക്കിംഗ് ആയിരിക്കും. പിന്നെ ടീംസിൻ്റെ പെർഫോമൻസ് ഓവർ ടൈം ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കും. പിന്നെ ഇതിൻ്റെ ഓവറോൾ കൺക്ലൂഷൻ എന്ന് പറയുന്നത് പ്രൊജക്റ്റ് മെട്രിക്സ് ഒരു സോഫ്റ്റ്വെയർ ടെസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു ക്രൂഷ്യൽ റോള് പങ്കുവയ്ക്കുന്നുണ്ട്. പിന്നെ they provide measurable data that helps
ടീം അണ്ടർസ്റ്റാൻഡ് പ്രൊജക്റ്റ് പെർഫോമൻസ് ആൻഡ് അത് ഇതൊരു മെഷറബിൾ ഡാറ്റ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് ടീം മെമ്പേഴ്സിനൊക്കെ പ്രൊജക്റ്റിൻ്റെ പെർഫോമൻസും സോഫ്റ്റ്വെയർ ക്വാളിറ്റിയൊക്കെ അവർക്ക് അറിയാൻ പറ്റും പെട്ടെന്ന് തന്നെ. പിന്നെ അവർക്ക് ബൈ അനലൈസിങ് ദീസ് മെട്രിക്സ് ഓർഗനൈസേഷൻ ക്യാൻ ഇംപ്രൂവ്. അത് ഈ മെട്രിക്സ് അനലൈസ് ചെയ്യുന്ന വഴി ഓർഗനൈസേഷന് അവരുടെ ടെസ്റ്റ് എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാനും ഇഷ്യൂസ് ആദ്യമേ തന്നെ അറിയാനും ഡിറ്റക്റ്റ് ഇഷ്യൂ ആദ്യമേ തന്നെ എർലിയറായിട്ട് അറിയാനും പിന്നെ ഒരു സക്സസ്ഫുൾ പ്രോജക്റ്റ് ഡെലിവർ ചെയ്യാനുള്ള സഹായിക്കും. താങ്ക് യു.